പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. വാർധയിലെ സേവാശ്രമത്തിൽ പോയിട്ടുണ്ടോ? ഒരിക്കൽ പോണം. അത് കാണുമ്പോഴാണ് മനസ്സിലാവുക ഇന്ത്യയിലെ മഹാത്ഭുതം താജ്മഹൽ മാത്രമല്ല എന്ന്. ഗാന്ധിജി പണിത മണ്ണുകൊണ്ടുള്ളൊരു വീടാണ് സേവാശ്രമം. അന്നത്തെ 100 രൂപയിൽ കൂടുതലുള്ള ഒന്നും അവിടെ ഇല്ല. ഉണ്ടാവാൻ പാടില്ല എന്ന് ബാപ്പുജിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എത്ര വലിയ വീടും പണിതു കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു ചുറ്റും. അതൊക്കെയും വേണ്ടെന്ന് വെച്ച് ഇത്തിരി പോന്ന മൺവീടിൻ്റെ തണുപ്പത്തിരുന്ന് ചരിത്രത്തിലും തലമുറകളുടെ നെഞ്ചിലും ബാപ്പുജി ബാക്കിയായി. ലളിതം എന്ന വാക്കിന് ഭംഗിയുള്ളത് എന്ന ഒരർത്ഥം ശബ്ദതാരാവലി വെറുതെ കൊടുത്തതല്ല. ലാളിത്യമുള്ള മനുഷ്യരും ലാളിത്യമുള്ള വാക്കുകളും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. അഹന്തയുള്ള ശബ്ദവും മുഖങ്ങളും എത്ര പെട്ടെന്നാണ് നമുക്ക് മടുക്കുന്നത്. ഭംഗിയുള്ളതൊന്നും ബാക്കിയാക്കാൻ അഹന്തയ്ക്ക് കഴിയൂല. ഇത്തിരി പോലും അതുണ്ടാകരുത് എന്ന് തിരുനബി താക്കീത് ചെയ്യുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ജീവിതം കാണിച്ചു തരികയും ചെയ്തു. പരിമിതികളെ ആഘോഷമാക്കിയ കുടിലായിരുന്നു തിരുനബിയുടെ വീട്. അങ്ങനെ മാത്രമേ നമ്മളും ജീവിക്കാവൂ എന്ന് പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അങ്ങനെയും ജീവിക്കാം എന്ന് കാണിച്ചു തന്നു എന്ന് മാത്രം. വീട് എന്നാൽ തിരുനബിക്ക് ശേഖരിക്കാനുള്ള ഇടമല്ലായിരുന്നു, പാർക്കാനുള്ള ഇടമായിരുന്നു. വീട് എന്നാൽ തിരുനബിക്ക് ശേഖരിക്കാനും വാങ്ങിക്കൂട്ടാനുമുള്ള ഇടമല്ലായിരുന്നു, പാർക്കാനുള്ള ഇടം മാത്രമായിരുന്നു. നമ്മളാവുന്നതിൻ്റെ ഒരു രസമല്ലേ, വെച്ചുകെട്ടലില്ലാതെ പെരുമാറുന്നതിൻ്റെ രസം, ഉള്ളതുപോലെയൊക്കെ ഉത്സവമാക്കുന്ന രസം. അതിലേക്ക് ഒന്നുകൂടി ശ്രദ്ധ കൊടുക്കേണ്ട കാലമാണിത്. നമ്മുടെ നിറവും മുഖവും വീടും കുടുംബവും നമ്മൾക്ക് ഭയങ്കര രസമായിരിക്കട്ടെ. അതിന് പരിമിതികളൊക്കെ ഉണ്ടായേക്കാം. ശരിക്കുള്ള പൂക്കൾ വാടുകയും നിറം കുറയുകയും ഒക്കെ ചെയ്യും. പ്ലാസ്റ്റിക് പൂക്കളല്ലേ വാടാതെ നിൽക്കൂ, അല്ലേ? പ്ലാസ്റ്റിക് പൂക്കളല്ലേ വാടാതെ നിൽക്കൂ. ഒരു വലിയ ഗുരുനാഥൻ പറഞ്ഞു തരുന്നുണ്ട്, ചിന്തകളിൽ, ബന്ധങ്ങളിൽ, ജീവിത രീതിയിൽ ലാളിത്യമുള്ളവരാകുമ്പോൾ നമ്മൾ ആരോടും മത്സരിക്കാത്തവരായിട്ട് മാറും. മത്സരിക്കാതാകുമ്പോൾ മനസ്സിൽ സംഘർഷമില്ലാതാവും. സംഘർഷമില്ലാതാകുമ്പോൾ സമാധാനം ഉണ്ടാവും. ആ സമാധാനം നമ്മുടെ കണ്ണുകളിൽ തെളിയുന്നത് ചുറ്റുമുള്ളവർക്ക് കാണാം. ആ സമാധാനം നമ്മുടെ കണ്ണുകളിൽ തെളിയുന്നത് ചുറ്റുമുള്ളവർക്ക് കാണാം. അകത്തേക്ക്, പിന്നെയും പിന്നെയും അകത്തേക്ക് ശ്രദ്ധിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് നോമ്പ് കാലം. ശീലം പോലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധയിലും ആഴത്തിലും പരിശീലിക്കുന്ന കാലമാണ്, അല്ലേ? പുറത്ത് കിട്ടുന്ന രുചികളെക്കാൾ അകത്ത് അനുഭവിക്കുന്ന രുചിയെ തിരിച്ചറിയേണ്ട കാലമാണ്. അല്ലെങ്കിലും ഉപേക്ഷിക്കുന്ന രുചികൾ നോമ്പുകാലത്ത് കുറച്ചല്ലേ ഉള്ളൂ. തിരിച്ചറിയുന്ന രുചികളാണ് കൂടുതൽ.